ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതമായൊരു സമയം കർത്താവ് നമുക്ക് നൽകി. ഇന്ന് തുടക്കത്തിൽ നാം കേട്ടത് അമേസിങ് ഗ്രേസ്. ദൈവത്തിൻ്റെ മാനുഷിക വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ അളവറ്റ കൃപ. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളും ചേർന്ന് പറഞ്ഞു, അത്ഭുതമാണ്, അത്ഭുതമാണ്. ആശ്വസിപ്പാനും ആശ്രയിപ്പാനും ഒരു സങ്കേതം നമുക്കുണ്ട്. ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ നമ്മുടെ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, യേശുവിൻ്റെ മാർവിടം. അത്ഭുതം, അത്ഭുതം. വളരെ സിംഫണി ആയിട്ട് തന്നെ കർത്താവ് ഇന്ന് സകല കാര്യങ്ങളും ക്രമീകരിച്ചു. ഒരു പാട്ട് കഴിഞ്ഞ് വചനവുമായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ റിസപ്റ്റീവാക്കി തീർക്കുന്ന ഒരു വിഷയമാണ്. താങ്ക് യു റോസ്ലി, താങ്ക് യു ജെയ്സി മോൾ. ദൈവത്തിന് സ്തോത്രം. ഇരുവരും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയമാണ്. നേതനും കൂടി ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. കർത്താവ് കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട് നമുക്കെല്ലാവരും വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നമ്മയും ഏവരെയും വാത്സല്യ സ്നേഹത്തോടുകൂടി സ്നേഹിച്ച ഒരു പിതാവാണ് കരിംകുറ്റിക്കൽ KV മാത്യു. മറ്റ് സഹോദരന്മാരെ പലരും അറിയുന്നുണ്ട്, എന്നാൽ ഇദ്ദേഹത്തെ അത്രയും ആരും അറിയാറില്ല. എന്നാൽ അദ്ദേഹം കാഴ്ചവെച്ച ഒരു സാക്ഷ്യം, അദ്ദേഹം ശിഷ്യവൃന്ദങ്ങളെ ഒരുക്കിയത് വരും കാലങ്ങളിൽ മാത്രമേ അതിൽ കൂടെ എത്ര പേരാണ് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നത് അത് വെളിപ്പെടുകയുള്ളൂ. ശുശ്രൂഷയുടെ തലേ ദിവസം 28-ാം തീയതി രാത്രി ഇവിടുത്തെ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ് ഞങ്ങൾ ചുരുക്കം പേര ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പ്രിയ രാജായന് ഒരു വിഷയം അവിടെ പങ്കുവെച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ സലാലയിലായിരുന്ന കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് ഉള്ള ഒരു വനിത, ഒരു വിശ്വാസിയാണോ? അല്ല, നാമധേയ ക്രൈസ്തവ ഇതിലുള്ള അവിടെ ജോലിയോടനുബന്ധിച്ചായിരുന്ന ഒരു മാന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മാന്യ സ്ത്രീ, ഒരു വനിത. അവർ ഈ പിതാവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം രാജാൻ പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, KV മാത്യു ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. കർത്താവിൽ വിശ്വസ്തനായ മാത്യു, KV, കർത്താവിൽ വിശ്വസ്തൻ. എന്തോ ഒരു സാക്ഷ്യമാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഫ്യൂണറലിൽ ഞാനത് പങ്കുവെച്ചിരുന്നു. 2007 ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ട്രെയിനിലാണ് വന്നിരുന്നത്. അപ്പോൾ ചെങ്ങന്നൂർ ഇറങ്ങണം. സാധാരണ ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്നവരുടെ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചില പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കാണും. അപ്പം അങ്ങനെ 1-2 പുസ്തകങ്ങൾ, ഫിലിപ്പിയൻസ് എഴുതിയ പുസ്തകങ്ങൾ ഞാൻ അവിടെ വെച്ചിരുന്നു. ഞാനതൊന്ന് വായിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചു. അപ്പം എൻ്റെ ഓപ്പോസിറ്റിലിരുന്ന ഒരു വ്യക്തി, കുറിയൊക്കെ തൊട്ടൊരു വ്യക്തിയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അദ്ദേഹം ഏത് മതത്തിൽ പെട്ട വ്യക്തിയാണെന്ന്. അല്പം തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയാണ്, കാരണം കയ്യിലൊരു ചരടും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പുസ്തകം എടുത്തു, ഒന്ന് വായിച്ചു. അതിൻ്റെ ഫ്രണ്ടും ബാക്കും കവറൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എവിടെ ഇറങ്ങുന്നേ? ഞാൻ പറഞ്ഞു, ചെങ്ങന്നൂർ. ചെങ്ങന്നൂരാണോ വീട്? അല്ല, പത്തനംതിട്ട എവിടെയാണ്? മൈലപ്രയാണോ? ഞാൻ പറഞ്ഞു, അല്ല, മൈലപ്രയല്ല, മല്ലശ്ശേരിയാണ്. മൈലപ്രയിലുള്ള ചിലരെ അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. ഒരു KV മാത്യു അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്തത്. അദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. എന്തോ ഒരു ടെസ്റ്റിമണിയാണ്, ഇതൊരു സാക്ഷ്യമാണ്. നമ്മളെക്കുറിച്ച് സമൂഹം, വിശ്വാസികൾ ചിലപ്പോൾ പറയും, ഓ, സണ്ണി ഫിലിപ്പ് നല്ലൊരു ആളാണ്. പുറത്തുള്ള സമൂഹത്തിൽ എന്നെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നു? ഞാൻ താമസിക്കുന്ന മല്ലശ്ശേരി പൂങ്കാവ് ജംഗ്ഷനിൽ സണ്ണി ഫിലിപ്പിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? ആ സാക്ഷ്യത്തിന് മാത്രമേ വിലയുള്ളൂ. ദൈവം എന്നെ എങ്ങനെ കാണുന്നു? ദൈവം എന്നെക്കുറിച്ച്, എൻ്റെ ഒരു എപ്പിറ്റാഫ് ദൈവം പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ വിധത്തിലുള്ള ഒരു സാക്ഷ്യം ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാനായിട്ടല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സാക്ഷ്യം കാഴ്ചവെച്ച് ഈ സമൂഹത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെയുള്ളൊരു പിതാക്കന്മാർ കുറഞ്ഞു വരുന്നു. അതെപ്പോഴും നമ്മളൊരു സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ PC എബ്രഹാം ഇദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞ് ആ വീട്ടിൽ വിളിച്ചു. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളവർ കുറഞ്ഞു വരിക സണ്ണി, എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, അങ്കളെ, നമ്മൾ മനസ്സ് വെച്ചാൽ കുറയത്തില്ല. ഞാൻ
പത്തനംതിട്ട സഭയുടെ ഒരു ഭാഗമായി കഴിഞ്ഞ് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പിതാക്കന്മാർ, ടി.എം. ദാനിയേൽ സാർ, ഏബ്രഹാം ജോഷുവ അപ്പച്ചൻ, അവരുടെ ജീവിതം കണ്ട് എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് അവർ നടന്നു പോയ പാതയിലായിരിക്കണം, അവർ കാഴ്ചവെച്ച സാക്ഷ്യം പോലെ തന്നെ എൻ്റെ സാക്ഷ്യമായിരിക്കണം. ആ ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ ഈ വാക്യൂം എന്തിനാ വരുന്നത്? സ്വല്പനാളത്തേക്കൊരു വാക്യൂം കാണും, എന്നാൽ അടുത്ത തലമുറയിലുള്ള പലരെയും കർത്താവ് ഉയർത്തും. ഈ സഭയിലുള്ള നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മൂപ്പന്മാർ ചിന്തിക്കുക, ഇവിടെയുള്ള മൂപ്പന്മാർ നിത്യത്തിൽ വിശ്രമിക്കുന്നു, കർത്താവ് ആ പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുകയാണ്, ഞങ്ങളും അതേ വിധത്തിലുള്ളൊരു സാക്ഷ്യം കാഴ്ചവെക്കണം, ഒട്ടും കുറയരുത്, കൂടുക തന്നെ വേണം എന്നൊരു ചിന്ത നമ്മൾ മനസ്സിൽ വെച്ചാൽ സാധിക്കത്തില്ലയോ? തീർച്ചയായിട്ടും സാധിക്കും. കർത്താവ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കുവാൻ, അതിനനുസരിച്ച് കർത്താവിനെ സേവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ വേറെ ഒരു കാര്യം കൂടെ എന്നോടനുബന്ധിച്ച് ഞാൻ പറയട്ടെ. ഈ പിതാവിൽ നിന്ന്, പാപ്പച്ചൻ അങ്കിളിൽ നിന്ന് ഞാൻ പഠിച്ച 2 ഫ്രേസ് ഉണ്ട്. അത് ഞാൻ മിക്കവാറും ആവർത്തിക്കാറുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പങ്കുവെച്ചു. ഒന്ന്, ഇദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ദൈവമേ നീ ബന്ധങ്ങളുടെ ദൈവമാകുന്നു. ഞാനത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഈ സഭയിൽ തന്നെ പലപ്പോഴും അത് ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ വാസ്തവമാണ്. ബന്ധങ്ങളുടെ ദൈവമാണ് നമ്മളുടെ ദൈവം. ഒരു വലിയ ബന്ധം, നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം സങ്കടത്തോടുകൂടി പറയട്ടെ. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ എത്ര പേരാണ് മറ്റുള്ളവർക്കൊരു കൈ കൊടുത്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒന്ന് ചിരിച്ച് പുഞ്ചിരിയോടുകൂടെ എന്തുകൊണ്ട് വിശേഷം ഒന്ന് ചോദിച്ച് പോകുന്നവർ? ശരിയാണ്, വണ്ടി പിടിക്കണം, പെട്ടെന്ന് തന്നെ എത്തണം, വീട്ടിലെത്തണം, ധൃതിയുണ്ട്, എല്ലാവർക്കും ധൃതിയുണ്ട്. എന്നാൽ ഒരു നിമിഷം ഒന്ന് നിന്ന് ഒന്ന് കൈ കൊടുത്ത് കുശലം അന്വേഷിച്ച് പോവുക. നമ്മുടെ മധ്യത്തിലുള്ളത് ഒരു റോട്ടറി ക്ലബിൻ്റെ, ലയൺസ് ക്ലബിൻ്റെ ബന്ധമല്ല, നിത്യതയോളം നീണ്ടു നിൽക്കും. നമ്മൾ തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ എത്ര നാളായി ഈ വ്യക്തിയെ കൈ തന്നിട്ട്? വിദ്വേഷവും വൈര്യവും വെച്ചിട്ട് ഇവിടെ വന്ന് ഈ ഒരു അപ്പത്തിൽ നിന്ന് അംശയായിട്ട് ഒരു പാത്രത്തിൽ കുടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിൽ ശിക്ഷാവിധി നമ്മൾ വരുത്തി വെക്കുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവരുമായിട്ട് ഹൃദ്യമായ ബന്ധത്തിൽ സന്തോഷം പങ്കുവെച്ച് മടങ്ങിപ്പോവുക. അപ്പോഴാണ് ഒരു ആരാധന കഴിഞ്ഞ് ഉത്സവ എന്ന പ്രതീതിയിൽ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയും. കർത്താവ് കൃപ നൽകട്ടെ. ചിലരെ മാത്രം, ഒരു ചെറിയ കൂട്ടരി, ഇത്രയും വലിയൊരു കൂട്ടത്തിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് അവരുമായിട്ട് മാത്രം ഒന്ന് സംസാരിച്ച് പോകും അല്ല. ഇന്ന് സഹോദരിമാരോട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഒരു സഹോദരിയുണ്ട് ഒഡീഷയിൽ. ആ സഹോദരിയോടെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവരും കൈ കൊടുത്തിട്ട് പോവാം. ഒറ്റൊരു സഹോദരിയേ ഉള്ളൂ. അത്രയെങ്കിലും ഒന്ന് ചെയ്യുക. സഹോദരന്മാരും അതുപോലെ തന്നെ. പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? മനസ്സിലായി കാണത്തില്ല. അദ്ദേഹം ആ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചപ്പോൾ അത് അർപ്പിച്ചാണ് സ്തോത്രം ചെയ്തത്. അവസാനം പറഞ്ഞത്, എത്തിക്ക് ധന്യവാദ്, ଏତିକି ପ୍ରାର୍ଥନା ଏବଂ ଆରାଧନା ମୁଁ ପ୍ରଭୁ ଯୀଶୁଖ୍ରୀଷ୍ଟଙ୍କ ନାମରେ ഉത്സർഗ കരുവച്ചി. അത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അതാണല്ലോ ആരാധന നമ്മൾ ചെയ്യുന്നത്. പാരമ്പര്യ ഈ പറയുന്ന വേർപാട് കുടുംബങ്ങളിൽ ജനിച്ച് അടുത്ത തലമുറ എത്ര പേരാണ് ആരാധന വാക്കുകൾ ചൊല്ലുന്ന സമയത്ത് പ്രാർത്ഥന എന്ന നിലയിൽ ദയ തോന്നി കേൾക്കുമാറാകണമെന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതി. ചിന്തിച്ചു നോക്കിയേ അദ്ദേഹം വരുന്ന പശ്ചാത്തലം. എന്നാൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ അർത്ഥവത്തായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നു. കർത്താവ് കൃപ നൽകട്ടെ. അവരുമായിട്ടുള്ളൊരു നിത്യമായ ഒരു ബന്ധം നമുക്കുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് കൈകൊടുത്ത് പ്രോത്സാഹനം നൽകുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക്കായിട്ട് എന്നാൽ കാതലായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകൾ മുതൽ നമ്മൾ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്നവർക്ക് അത് എന്തുമാത്രം അനുഗ്രഹമാണ്, അത് വരുന്നവർക്കേ അറിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം 4-ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. ആദ്യ അധ്യായങ്ങളിൽ 8 രാത്രി ദർശനങ്ങളെക്കുറിച്ച് അവിടെ നിന്നല്ല ഞാൻ പങ്കുവെക്കുന്നത്. എന്നാൽ ആ ചിന്തകളൊന്ന് മനസ്സിൽ കൊണ്ടുവരാൻ സഹായകമായിരിക്കും. ആ വിധത്തിൽ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 4-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ കേട്ടത്. 4-ാം അധ്യായത്തിൽ നിന്ന് നാം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ആ അധ്യായത്തിൽ നിന്ന് കർത്താവ് തന്ന ആലോചനകൾ ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്താൻ എന്നൊരു എഴുതി വെച്ചു.
ഒന്ന്, കർത്താവ് തൻ്റെ ആത്മാവിനാൽ നമുക്ക് ശക്തിപ്പെടുത്തുന്നു. ഗോഡ് പ്രൊവൈഡ്സ് പവർ. രണ്ടാമത്തേത്, ദൈവം സകല തടസ്സങ്ങളെ മാറ്റിത്തരുന്നു. ഗോഡ് റിമൂവ്സ് ഓൾ ഒബ്സ്റ്റക്കിൾസ്. മൂന്നാമത്തേത്, ദൈവം വാഗ്ദത്തങ്ങൾ നൽകുന്നു, അവൻ അത് പൂർത്തീകരിക്കും. ഗോഡ് ഗീവ്സ് പ്രോമിസസ് ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ഫുൾഫിൽ ഇറ്റ്. ഗോഡ് റിജോയ്സസ് ഓവർ അവർ വർക്ക്. നാം കർത്താവിന് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ കർത്താവ് ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. പലപ്പോഴും പറഞ്ഞതാണ്, നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നവർക്ക് അത് നല്ല അതിനെക്കുറിച്ച് അറിവുണ്ട്. 2 പ്രവാചകന്മാരെയാണ് കർത്താവ് പ്രത്യേകമായൊരു ഘട്ടത്തിൽ എഴുന്നേൽപ്പിച്ചത്. പ്രവാസ കാലത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ, സെറുബാബേൽ ദേശാധിപതി, അതുപോലെ യോശുവ, പുരോഹിതനായ യോശുവ, അവരുടെ നേതൃത്വത്തിൽ അവർ യെരൂശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുന്നത് നെബൂഖദ്നേസർ രാജാവ് പൂർണ്ണമായിട്ടും തകർത്ത ദേവാലയം ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ദേവാലയം പുനർനിർമ്മാണം ആരംഭിക്കണം. വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി അത് ആരംഭിച്ചു. എന്നാൽ എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കാരണം അത് നിന്നുപോയി. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബാഹ്യം നിന്നുള്ള ഒരു ശക്തി കാരണമല്ല, അവരുടെ ഉള്ളിലുള്ള പോരാട്ടം കാരണം ആ പ്രവർത്തനം നിന്നുപോയി. ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ അല്ല, ദീർഘനാളത്തേക്ക് 16 വർഷം വരയ്ക്കും അതിൻ്റെ പണി നിലച്ചു. ആ സമയത്താണ് ജനങ്ങളെല്ലാവരും തട്ടിട്ട വീട്ടിലും വളരെ സുഖസമൃദ്ധിയിലും ആയിരിക്കുന്നത്. അപ്പോഴാണ് ജനത്തോട് സംസാരിക്കുവാൻ വേണ്ടി, അവരെ ഹൃദയത്തെ ഒന്ന് ചലിപ്പിക്കുവാൻ വേണ്ടി 2 പ്രവാചകന്മാരെ കർത്താവ് ഉയർത്തി. ഹഗായി പ്രവാചകനും സെഖറിയ പ്രവാചകനും. ഈ 2 പ്രവാചകന്മാരിൽ കൂടെ ദൈവം തൻ്റെ അരുളപ്പാട് ജനത്തോട് അറിയിച്ചു. അതിൽ 2 ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, സെഖറിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ മുഴുവനായിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ ആവർത്തിച്ച് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കൺസിഡർ ഹിം. അവനെ വിചാരിച്ചു കൊള്ളുക. ആരെ വിചാരിച്ചു കൊള്ളുക? യഹോവയായ ദൈവത്തെ വിചാരിച്ചു കൊള്ളുക. കൺസിഡർ ഹിം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ പുനഃസമർപ്പണം ചെയ്യുമ്പോൾ ആരംഭിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ടു കൺസിഡർ ഹിം. അവനെ നാം വിചാരിച്ചു കൊള്ളുമ്പോൾ പ്രയോറിറ്റി അവൻ്റെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും. അപ്പോൾ പിന്നെ ആരാധനാ യോഗമോ സഭായോഗങ്ങളോ ഉപേക്ഷിക്കാതെ നാം ഒരുമിച്ച് കടന്നു വന്ന് കൂട്ടായ്മ ആചരിച്ച് മുൻപോട്ട് പോകും. അവനെ വിചാരിക്കുക. കൺസിഡർ ഹിം. ഗീവ് ഹിം ദി പ്രീ എമിനൻസ്, ദി ഇൻവിൻസിബിൾ ക്രൈസ്റ്റ്. അജയനായ നമ്മുടെ കർത്താവിനെ മുൻഗണന, മുൻസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൽകുക. അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ആയിരിക്കുക. ഹഗായി പ്രവാചകൻ കൂടെ കർത്താവ് അവർക്ക് നൽകിയ അരുളപ്പാട്, അവിടെയുള്ള ഇമ്പേറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കൺസിഡർ യുവർ വേസ്. ഒന്ന്, കൺസിഡർ ഹിം. രണ്ടാമത്തേത്, യു കൺസിഡർ യുവർ വേസ്. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു കൊള്ളുവിൻ. ഇതിൻ്റെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ പല കാര്യങ്ങൾ അവരോട് ഓർമ്മിപ്പിച്ചിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. വലിയവനായ ദൈവം പറയുകയാണ്, അതിൽ ഞാൻ പ്രസാദിച്ച് ഞാൻ മഹത്വപ്പെടും. എപ്പോഴാണ്? നിങ്ങൾ വഴികളെ വിചാരിക്കുക, മലമേൽ പോയി മരം വെട്ടി മരം കൊണ്ടുവന്ന് ആലയം പണിയുക. അതിൽ ഞാൻ പ്രസാദിക്കും, അതിൽ ഞാൻ മഹത്വപ്പെടും. When you consider your ways, when you go up to the mountain, when you bring wood and build the house, I will take pleasure in it and I will be glorified. ഞാൻ അതിൽ പ്രസാദിക്കും. നിങ്ങൾ ഈ ചിന്തയും നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, കർത്താവിനെ മുൻസ്ഥാനം കൊടുത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത്
നമ്മുടെ അരുമനാഥനാണ്, നമ്മുടെ കർത്താവാണ്. അവൻ്റെ കൂട്ടുവേലക്കാരായി വലിയൊരു പ്രവർത്തനത്തിൽ നാം ആയിരിക്കുന്നു എന്നുള്ളത് പ്രിയ ദേവദാസൻ കഴിഞ്ഞ വ്യാഴാഴ്ച വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചു. ആ ആലയത്തിൻ്റെ പണിയിൽ നാമും ആയിരിക്കുന്നു. സാർവത്രിക സഭയുടെ പണിയിൽ നാം എല്ലാവരും അതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. We are also engaged with our Lord, who said by using a possessive pronoun that I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും. ആ കർത്താവിനോട് കൂടി കൂട്ടുവേലക്കാരായി നാമും ചേർന്ന് പണിയും. നാം ഏത് സ്ഥിതിയിലായിരിക്കുമ്പോൾ, ഏത് പ്രൊഫഷനിലായിരിക്കുമ്പോൾ, ഏത് ബിസിനസ്സിലായിരിക്കുമ്പോൾ, അവിടെ എല്ലാം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി സഹായകമായിരിക്കുന്നു. നാം ഹോസ്പിറ്റലിലാണോ, നാം ബിസിനസ്സിലാണോ, ജോലി സ്ഥലത്താണോ, ഭവനത്തിലുള്ള കാര്യങ്ങളിൽ ജോലിയിൽ നിന്ന് വിരമിച്ചായിരിക്കുന്നുവോ, അവിടെ എല്ലാം നമ്മുടെ മുൻപിലുള്ള ആത്യന്തികമായ ലക്ഷ്യം I am engaged in building the church. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ 4-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് എന്നെ ആകർഷിച്ചത്. അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാലും. ആ സർവ്വഭൂമിയിലും ഓടാടിച്ചെന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. മതി. അവിടെ എന്നെ ആകർഷിച്ച വിഷയം എന്ന് പറയുന്നത് അല്പം അല്ലേ? അവിടെ പറയുന്നുണ്ട്, എന്താ അതിനെ പറയുന്നത്? അല്പകാര്യങ്ങൾ. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത് സജിത്ത്? ഒന്ന് ഡേ ഓഫ് സ്മോൾ തിങ്സ്. ആ സ്മോൾ തിങ്സ് എന്ന് പറയുന്നത് എന്നെ വളരെ ആകർഷിച്ചു. ഹൂ ഹാസ് ഡിസ്പൈസ്ഡ് ദ സ്മോൾ തിങ്സ്? വളരെ വർഷങ്ങൾക്ക് മുമ്പ് അരുന്ധതി റോയുടെ ഒരു പുസ്തകം എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടി, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇപ്പോൾ 2-ാമത്തെ ഒരു പുസ്തകം ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതും വായിച്ച് പഠിക്കണമെന്നല്ല, വായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. എന്നാൽ അതിനൊന്നുമല്ല വിഷയം ഇവിടെ പറയുന്നത്. സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങൾ. എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചങ്ങ് പോവാം. അവർ ഗോഡ് ഡിലൈറ്റ്സ് ഇൻ സ്മോൾ തിങ്സ്. നമ്മുടെ ദൈവം ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന കർത്താവാണ്. ഹി ഡിലൈറ്റ്സ് ഇൻ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് കർത്താവ് ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളൊന്ന് നോക്കുക. ഒന്ന്, മോശ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ മോശയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? ഒരു വടി. കർത്താവ് ചോദിക്കും, നിന്റെ കയ്യിൽ എന്തുവാന്ന്? നിത്യതയിൽ വിശ്രമിക്കുന്ന ജോർജ് ഡോസൻ ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പറയും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈസ് വെരി ഗുഡ് അറ്റ് ഒരു മോണോ ആക്ട് ചെയ്യാൻ കഴിവുള്ളൊരു ദേവദാസനാണ് അദ്ദേഹം. പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഇന്നലെ പോലും ഓർക്കുന്നു. അദ്ദേഹം ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോഡ് ആസ്ക്ഡ് മോസസ്, വാട്ട് ഈസ് ദെയർ ഇൻ യുവർ ഹാൻഡ്? ജസ്റ്റ് എ റോഡ്. 2 പേരുടെ ഇനാക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. വെറും ഒരു വടി, അത്രയേ ഉള്ളൂ. എന്നാൽ ആ വടി കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത്? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ കൂടെ ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് നാം കാണുന്നു. ദാവീദിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം. കല്ലും ഒരു കവിണി. അതിൽ കൂടെ താൻ ജയം പ്രാപിച്ചത് ഗൊലിയാത്ത് എന്ന് പറയുന്ന ആ വലിയ വ്യക്തിയിൽ നിന്ന്. ശിംശോന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? ഫെലിസ്ത്യർക്ക് അഗെയിൻസ്റ്റിൽ നിന്നപ്പോൾ ഒരു താടിയല്ല്. ഇറ്റ് വാസ് ജസ്റ്റ് എ ജോ ബോൺ. കഴുതയുടെ ഒരു താടിയല്ല് മാത്രം കൊണ്ട് എത്ര പേരെയാണ് കൊന്നത്? എ സ്മോൾ തിങ്. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 4-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യായേൽ എന്ന് പറയുന്ന അവിടെ ഒരു വനിത, ശിശര എന്ന് പറയുന്ന വലിയ യോദ്ധാവിനെ കൊന്നത് എങ്ങനെയാണ്? എങ്ങനെ? ഭാവം ഒന്ന് വായിച്ചു നോക്കണം, നല്ല രസമാണ്. ഒരു ചുറ്റികയും കൂടാരത്തിൻ്റെ ഒരു കുറ്റിയും വെച്ചിട്ടാണ് തൻ്റെ കൂടാരത്തിൽ വെച്ച് ശിശരായി കൊന്നത്. ചെറിയൊരു കാര്യം. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കയറുകൊണ്ട് അവരെ താഴെ ഇറക്കി വിട്ടു. 2-ാം അധ്യായത്തിൽ. അപ്പോസ്തല പ്രവൃത്തി ഇന്ന് രാവിലെ 9-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു. ആ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു പ്രത്യേക ഘട്ടത്തിൽ പലരും ശൗലിനെ കൊല്ലുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു കുട്ടയിലാണ് ശിഷ്യന്മാര് അവിടെ നിന്ന് ഇറക്കി വിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ബാലൻ, ആ ബാലന്റെ പേര് പോലും എഴുതിയിട്ടില്ല. ബാലന്റെ കയ്യിലുണ്ടായിരുന്നത് 5 അപ്പവും 2 മീനും.
നല്ലത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ എത്ര പേരാണ് തിന്ന് തൃപ്തരായത്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകമായ കാര്യമാണ്. ഒരു പാത്രം തണ്ണീർ, അവിടെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, എ കപ്പ് ഓഫ് വാട്ടർ. അതിനും പ്രതിഫലമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചേറുണ്ടാക്കി, അതായത് മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി അത് ലേപനം ചെയ്തിട്ട് കാഴ്ച പ്രാപിക്കുന്ന വ്യക്തി. ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? ഗോഡ് ഡിലൈറ്റ്സ് ഇൻ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളിൽ കർത്താവ് സന്തോഷിക്കുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത, എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ, അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് ചെയ്യാതിരിക്കാം. അല്ല, അപ്പോൾ ഗോഡ് നെവർ ഡിസ്പൈസസ് സ്മോൾ തിങ്സ്. നമ്മുടെ അരുമനാഥൻ ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കുന്നില്ല. ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്, നമ്മുടെ ആത്മീയഗീതങ്ങളിൽ 55-ാം ഗാനം, 55-ാം ഗാനത്തിൻ്റെ അവസാനത്തെ 5-ാമത്തെ സ്റ്റാൻസ. അല്പമാം ഉപകരണം കൊണ്ട് നൽപ്പെടുന്ന മഹത്തായ വേലകൾ ചെയ്യും. അല്പമാം ഉപകരണം കൊണ്ട് നൽപ്പെടുന്ന മഹത്തായ വേലകൾ ചെയ്യും മാനുവേൽ മനുജസുത. നിന്റെ മാനമേറും തൃപ്പാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളം ഓതിടുന്നിത. നിത്യം മഹിമ ഉണ്ടായിടട്ടെ നിനക്ക് നാഥ. നമ്മുടെ ഭാഗം നമുക്ക് വിശ്വസ്തയോടുകൂടി ചെയ്യാം. നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ അത് തുച്ഛീകരിക്കുന്ന വിഷയമായിരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് വൻ കാര്യമാണ്, വലിയ കാര്യമാണ്. ഒരു ദേവദാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വാട്ട് വി ക്യാൻ ഡു ഗോഡ് വിൽ നോട്ട്. നമുക്ക് ചെയ്യുവാനുള്ളത് ദൈവം ഒരിക്കലും ചെയ്യുകയില്ല. വാട്ട് ഗോഡ് വിൽ ഡു വി കനോട്ട്. ദൈവം ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ പങ്ക് വിശ്വസ്തയോടുകൂടി ചെയ്യുക. അവർ ഗോഡ് ഡിലൈറ്റ്സ് ഇൻ സ്മോൾ തിങ്സ്. അവർ ഗോഡ് ഡിലൈറ്റ്സ് ഇൻ സ്മോൾ തിങ്സ്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നപ്പോൾ ഒരു സഹോദരന് സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞത്, ഓണം തുടങ്ങിയല്ലേ. ഞാൻ മാത്രമല്ല, എനിക്ക് ഏതായാലും കൂട്ടായിട്ട് ഡോക്ടർ സാംസൺ ഉണ്ട്, ഡോക്ടർ എലിസബത്ത് ഉണ്ട്, അതിലുപരിയായിട്ട് ഉഴത്തിലെ ബെറ്റി ആൻറ്റി ഉണ്ട്, അതിൽ മറ്റ് സഹോദരിമാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുക്കുന്നില്ല. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായിട്ടും ഇന്ന് ഇതുപോലെ ഒരു സാരി ഉടുത്തു വന്നേനെ. ഇറ്റ്സ് എ സംസ്ഥാന ഉത്സവമാണ്. വളരെ തീവ്രമേറിയ ബ്രദർകാരനോട് ചോദിക്കും, വിശ്വാസികൾക്ക് ഓണമുണ്ടോ? ഞാൻ പറയും, ഇവിടെ ജീവിച്ച് വളർന്ന് അമേരിക്കയിലേക്ക് ചേക്കേറുമ്പോൾ 6 മാസം കഴിഞ്ഞാൽ ലോകപരമായിട്ടുള്ള താങ്ക്സ് ഗിവിങ് അവർക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു തുർക്കി കോഴിയെ മുറിച്ച് കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ നമ്മളൊന്നും ആഘോഷിക്കുന്നില്ല. എന്നാൽ തനതായ വസ്ത്രം ധരിക്കുന്നതിൽ, മലയാളി മങ്കയായിട്ട് വരുന്നതിൽ, ഒരുങ്ങി വരുന്നതിൽ എന്താണ് തെറ്റ്? അഡ്വക്കസി അല്ല ഞാൻ പറഞ്ഞത്. നാം എല്ലാ ദിവസവും, വർഷത്തിലൊരിക്കലല്ല. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ ഹാർവസ്റ്റ് സാമിൽ കണ്ടത്. എല്ലാ ദിവസവും തന്നെ നമുക്ക് ഓണവും ഈസ്റ്ററും ക്രിസ്മസുമാണ്. ആ സന്തോഷമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവം അല്പമായ ഉപകരണം കൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ചെറിയ കാര്യത്തിൽ കർത്താവ് പ്രസാദിക്കുന്നു. കർത്താവ് ഞങ്ങളിൽ നിന്ന്, ഞങ്ങളൊന്നുമില്ല. അങ്ങയുടെ ദൃഷ്ടിയിൽ കർത്താവ് ഞങ്ങൾ വെറും കൃമികൾ മാത്രമാണ്. ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി കാൽവരി ക്രൂശിൽ കൃമിയായി തീർന്ന ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഏറ്റവും ഉന്നതമായ സ്ഥലത്തിലായിരിക്കുന്നു. കർത്താവിനോടുകൂടി ചേർന്ന് കൂട്ടുവേലക്കാരായി പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെയും തിരഞ്ഞെടുത്തല്ലോ. ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുവാനുള്ള പങ്ക് വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. 8-ാം മാസവും കഴിഞ്ഞു. കർത്താവ് അനുവദിച്ചാൽ നാളെ
പുതിയൊരു മാസം, ഈ വർഷത്തിലെ 9ാം മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തയോടുകൂടി പ്രവർത്തിപ്പാനും വർദ്ധിച്ചു വരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.